പറവകൾക്കാകാശം മനുഷ്യപുത്രനു തല ചായ്ക്കാൻ ഞാൻ ഈ ഗാനം തീർത്തുന്നില്ല, കാരണം എൻ്റെ ബഹുമാന്യനായ ഷിബു അദ്ദേഹത്തിനെ പോയതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ ഇത് അവസാനിപ്പിക്കണം. കാരണം ഇത്തരം ഗാനങ്ങൾ പാടിയും ഒരുപാട് മോഹനസുന്ദരങ്ങളായ പ്രോമിസിംഗ് വാഗ്ദാനങ്ങൾ നൽകിയും ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ വന്നവർ അവർ ഈ അധികാരം പങ്കുവയ്ക്കുന്നതിൽ അവർ എങ്ങനെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ സമീപനം കൈക്കൊള്ളുന്നു. ഇവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഈ ഒരു പാർട്ടിയിലും വിടാതെ ഇങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് നീതി കിട്ടുന്ന ഒരു അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കിട്ടുന്ന ഒരു സങ്കേതമായി സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള സംഘടനകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ ഇത്തരത്തിൽ ഒരു സംഘടനയ്ക്കും ഇവിടെ പ്രാമുഖ്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുറകോട്ട് പോകുന്നു എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിഷ്പക്ഷവും നീതിപൂർവവുമായ സംരക്ഷണം ലഭ്യമാകുവാൻ, ഇവിടെ എത്തിച്ചേരുന്ന ജീവിത സുരക്ഷ ലഭ്യമാകുവാൻ ഇതിനെ ഏറെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ട് ഈ ജനസേവ ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ടിറങ്ങുന്ന ആളുകൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന സർവ്വ രാഷ്ട്രീയ കക്ഷികൾ ഇവിടെയുണ്ട്. അവരിത് ഇത്തരം പരിപാടികളെ സസൂക്ഷ്മം ശ്രദ്ധിക്കുക, വീക്ഷിക്കുക, ഇത് വിലയിരുത്തുക, ജനങ്ങളുടെ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ മനസ്സിലാക്കുക. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാര വികേന്ദ്രീകരണങ്ങളിൽ ഇവിടെ സാധാരണക്കാരന് എല്ലാവർക്കും തുല്യ നീതി ലഭ്യമാകാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരം കൂട്ടായ്മകൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് അത് ഒരു ജനാധിപത്യ രാജ്യത്തിന് അരാഷ്ട്രീയവാദം വളരാൻ അനുവാദം കൊടുക്കാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർവരും സമ്പുഷ്ടമായി സമ്പൽസമൃദ്ധമായി ജീവിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ ഇവിടെ ഒരു കൊടിയും ഒരു മുദ്രാവാക്യവും ഒരു പ്രത്യയശാസ്ത്രവും ഇല്ലാതെ ഇത്രയും ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിരുത്തി സംസ്ഥാന വ്യാപകമായി ശക്തമായ ഒരു സംഘടനയാണ് ഇത് എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഇനിബിൽ രാജൻ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ എത്തിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇത്. അപ്പോൾ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഉത്തരോത്തരം ഭംഗിയായി വളരട്ടെ. നമ്മുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാൻ, സുഗമമാക്കുവാൻ ഈ ജനസേവാ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ വരുവാൻ ഇടയാക്കിയ ശ്രീ പന്നിയോട് ബാബുവാണ് എന്നെ ഇങ്ങനെ ഒരു സംരംഭം പങ്കെടുക്കുവാൻ വേണ്ടി ക്ഷണിച്ചത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ രാജനും അതുപോലെ തന്നെ നമ്മുടെ ആളുകളെല്ലാം നമ്മളെ അറിയുന്ന ആളുകൾ എല്ലാവർക്കും നിങ്ങളുടെ നല്ല പ്രവൃത്തി, നിഷ്കാമ സേവനം, ഇതിലൊന്നും MLA ആവാനോ പഞ്ചായത്ത് മെമ്പറാവാനോ മന്ത്രിയാവാനോ ഒന്നുമല്ല നിങ്ങളുടെ ഈ പ്രവർത്തനം. ഇതൊരു അഭിനന്ദനീയമായ പ്രവർത്തനമാണ്. ഇതിന് എന്റെ വ്യക്തിപരമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് നവവത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് 2026 ഗംഭീരമായി വരുവാൻ നമുക്ക് മുന്നോട്ട് പോകാം. സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകം നയിക്കാൻ നമ്മളിൽ നിന്ന് ആളുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ജയ് ജനജ സേവാ സംഘം.